ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗായ്സ്. വീണ്ടും സ്വാഗതമല്ല, ഫസ്റ്റ് ടൈമായിട്ട് സ്വാഗതം. അപ്പോൾ എന്തായാലും ഒരു പുതിയ ഗെയിമിംഗ് ചാനൽ തുടങ്ങണം വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ വന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഗെയിമിംഗ് വീഡിയോ എടുത്തായിരുന്നു, അത് ക്യാമറ ഇല്ലാതെ. ഞാനപ്പോൾ എന്തായാലും ഒരു ഗെയിമിംഗ് ചാനൽ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിം തന്നെയാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഈ റോബ്ലോക്സിലെ മെഗാ ഹൈഡ് ആൻഡ് സീക്കാണ്. അപ്പോൾ നമ്മുടെ കളി തുടങ്ങാനായിട്ട് ഇനി 70 സെക്കൻഡും കൂടി എന്തുണ്ട്. അപ്പോൾ അത് വരട്ടെ. അതുവരെ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടത് സോളോ വൈനർ, ഗെയിം തെറാപ്പിസ്റ്റ്, വെക്ടർ ഹീല്, നൂബ് മാസ്റ്റർ, അങ്ങനത്തെ കാര്യമൊക്കെയാണ്. അപ്പോൾ നമുക്കെന്തായാലും കളി അങ്ങ് തുടങ്ങാം. ഒരു 10 ലൈക്കാണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കണം. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് അടിക്കുക. കമൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് സമയമൊക്കെ ഇടും, എനിക്ക് എടുത്ത് വായിക്കാമല്ലോ. എൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെനിക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റിൽ കൂടി പറയുക. കളി തുടങ്ങാറായി, നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. അപ്പം ഞാനെന്തായാലും വിചാരിക്കണത് ഇവിടെ വല്ലയിടത്ത് വിളിക്കാമെന്നാണ്, ഇതിൻ്റെ ബാക്കിലല്ലേ. എനിക്ക് കുപ്പീൻ്റെ ബാക്കിൽ വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട, മറ്റേ സ്ഥലത്ത് തന്നെ വിളിക്കാം, അതാണ് നല്ലത്. പെട്ടെന്ന് ആർക്കും അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. 3, 2, 1 ഓക്കെ കഴിയും. അപ്പം നമ്മുടെ ഹൈഡിങ് ടൈം ഉണ്ട് 236 സെക്കൻഡ് കഴിഞ്ഞിട്ട് കളി അവസാനിക്കും. അല്ലെങ്കിൽ അവർ നമ്മളെ കണ്ടുപിടിക്കണം. അതെ, ആ ഇരിക്കണ സാധനത്തിലാണ് ഞാൻ ഇരിക്കണത്. ആ ഷൂട്ട് കേസ് പോലത്തെ, ഷൂട്ട് കേസല്ലല്ലേ, ട്രോളിയാ, ചക്രമൊക്കെ ഉണ്ട്. വെയിറ്റർമാർ കൊണ്ടുപോകില്ലേ അത്. എന്താണെങ്കിലും ആവട്ടെ. 220 ഇപ്പം എൻ്റെ അടുത്ത് 15 ഫീറ്റ് വേണ്ട, തൊട്ടടുത്താണ്. ഇതേ പെട്ടീൻ്റെ പുറത്ത് എൻ്റെ ഒരുത്തിനെ ഫ്രോസൺ ആക്കി. ഇത് രക്ഷിക്കാൻ പറ്റുമോ അവനെ? ഇത് അങ്ങനത്തെ കളിയല്ലേ ഇത്, ഈ ഫ്രോസൺ അതാണ് തോന്നണത്. ഞാൻ മര്യാദക്ക് കണ്ടില്ല, ഞങ്ങൾ സംസാരിക്കണമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ കാര്യമാക്കണ്ട കേട്ടോ. അത് നമുക്ക് സെറ്റാക്കാം. ഫസ്റ്റ് ടൈമല്ലേ, നമുക്ക് രക്ഷിച്ചാലേ. എനിക്ക് വല്ലാത്തൊരു ത്വര, പക്ഷെ അടുത്ത് തന്നെ ഉണ്ട്. എന്ത് ചെയ്യും? നെറ്റ് പോയോ എൻ്റെ? ഇല്ലല്ലേ. ഇത് വേറെ ആളാണ്ട്, രണ്ട് സീക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അവളവിടെ കുടുങ്ങിയോ? ഇല്ല, അതെ, നമ്മതേ ആയിക്കണ പെട്ടിയിലാണ്. നമുക്കൊന്ന് രക്ഷിക്കാൻ നോക്കിയാലേ. എങ്ങാനും ബിരിയാണി കിട്ടിയാലേ. അതെ, അവനവിടെ നിൽക്കുന്നുണ്ട്, ഫ്രോസൺ ആയവൻ. നമുക്ക് തൊട്ട് രക്ഷിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ എനിക്ക് പൊളിക്കും. അത് ഇങ്ങനെ പറ്റില്ല എന്നാണ്. ഇത് തൊട്ടിട്ടൊന്നും ആവണല്ലോ. ഞാൻ ഇനി വേറെ വല്ലതും ചെയ്യണമെന്നാവും. അയ്യോ, ഇപ്പം ഇറങ്ങിപ്പോയി. എന്തെങ്കിലും ആവട്ടെ. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ? നമുക്ക് മേലോട്ട് അങ്ങോട്ട് പോവാം. ചായട്ടാണെങ്കിൽ എത്തണമില്ല. ജസ്റ്റ് യൂസ്. എത്തി. ഓക്കെ, കോയിൻ്റെ അടുത്തേക്കാം. അതേ, അടിയിലാ സീക്കർ വന്നടാ. ജസ്റ്റ് ഇപ്പം ഞാൻ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ പിടിച്ചേനെ. അടിയിലാവാൻ വന്നായിരുന്നു. 100 സെക്കൻഡ് കൂടി, 100 എത്രയ്ക്കോ സെക്കൻഡ് കൂടി. സെക്കൻഡ് പറയാൻ നിന്നാൽ നമ്മൾ പറയുമ്പോഴേക്കും അത് വേറെ വല്ലതായിട്ടുണ്ടാവും, വേറെ നമ്പർ ആയിട്ടുണ്ടാവും. നമ്മൾ ആ തുറന്ന പെട്ടിനകത്താണ് കേട്ടോ. ഇവൻ ഇവിടെയാണ്. നമുക്ക് 60 എത്രയോ ഫീറ്റ് അവയാണ്. ഓക്കെ, നമ്മൾ തന്നെ മേളിലാണ്. അവനാ അടിയിൽ, ഏറ്റവും അടിയിലാണ്. വേറെ പ്ലെയറല്ലേ ചാടി ഇറങ്ങിയ? ആ പ്ലെയറിനെ അവൻ പിടിച്ചെന്ന് തോന്നുന്നു. ചെന്ന് നോക്കിയാലോ. നമുക്കപ്പോൾ എന്തായാലും എൻ്റെ ഉള്ളോട്ടൊക്കെ ഒന്ന് നോക്കുക. സീക്രല്ലേ, നമുക്ക് ഓടാട്ടാ. അവൻ പിടിക്കും മിക്കവാറും. പിടിച്ച് നല്ലതാ. ആ ഫസ്റ്റാണ്, ടോപ്പ് സർവേഴ്സിൽ ഫസ്റ്റാണ്. 9 പ്ലേയേഴ്സിനെ അവർ ഫൗണ്ട് ചെയ്ത്.
ഇൻ്റർമിഷനാണ് അടുത്ത കളിക്കുള്ളത്. 47 കോയിൻ കിട്ടി. എങ്ങനെയെന്നാവോ. എന്തായാലും ഏതാ ഗെയിം മോഡ്? ആ ജയിൽ ബ്രേക്ക് എന്താ? തന്നെ കിട്ടി. അപ്പം എന്താണെന്നറിയാം. ജയിൽ ബ്രേക്ക് എന്ന് പറയുക കള്ളനും പോലീസും ആയിരിക്കാം. ആണെങ്കിൽ പൊളിച്ച്. എനിക്ക് വലുതായിട്ട് അറിയാൻ പാടില്ലാത്ത കളിയാണ്. ആ ബാക്ക് യാർഡൊക്കെ കിട്ടുകയാണെങ്കിൽ പൊളിയായിരിക്കും. ലാബാണ് കിട്ടിയത്. ബാക്ക് യാർഡിലൊക്കെ നമുക്ക് മരത്തിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കാം. ഓക്കെ. സീക്കർ എവിടെ? സീക്കർ 2 പേരുണ്ടെന്ന് തോന്നുന്നു. ഞാനാവാണ്ടിരുന്നത് എനിക്കിഷ്ടമല്ല. ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ സാങ്ക് മൂസിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആരായ 2ാമത്തെ സീക്കർ ഞാനാവാണ്ടിരുന്നാൽ മതി. എനിക്ക് വേറെ ഒന്നുമില്ല. മീക്കു 1354 എന്തൊക്കെ പേരാണ്. എന്തായാലും കളി തുടങ്ങും. വേഗം കളി തുടങ്ങുക. ഓക്കെ, തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഹൈഡിങ് ടൈം. കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താണ് കുറേ സെക്കൻഡ്. ലാബിൽ എവിടെ പോയി വിളിക്കാനിനി? മേലോട്ട് ചാടാം. എല്ലാവരും അങ്ങോട്ടാണ് പോകണം. എത്തിയില്ല. ഞാനെത്തിയില്ല. കമ്പി മോട്ടല്ലേ ചാടണ്ടേ? കമ്പി മോട്ടല്ലേ? ഇങ്ങോട്ടാണോ? ഓക്കെ മേലോട്ട് ചാട്. ഓക്കെ, കോയിനെടുക്ക്. സ്പീഡില്ല എനിക്ക്, ഒട്ടുമില്ല. 9 പേരുണ്ട്. അമ്മമാർ ഇറങ്ങിയിട്ടില്ലല്ലേ. അമ്മക്ക് ഇവിടെ തന്നെ അവിടെ നിൽക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാനാ? ഈ സ്ഥലത്ത് വേറെ ഇതൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈഡിങ് പ്ലേസ്. അമ്മമാരെ കിടന്നാ വന്നത്. സ്ലൈഡാ ഡീല് മഞ്ഞ കളറിൽ. അമ്മമാരിറങ്ങി. നമ്മളെ പിടിക്കട്ടെ. പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പിടിക്കാനൊന്നും പറ്റില്ല. നമ്മ അത്രയ്ക്ക് സീനല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒരു 10 ലൈക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. താഴെ വീഴും. അയ്യോ, ജസ്റ്റ് മിസ്സല്ലേ. താഴെ വീണ്. ഒരുത്തൻ. ഇതെന്തൊട്ട് 8 കാലിയാ? അയ്യോ, എടാ എയറോപ്ലെയിനാ. എവരുടെ ഞാൻ വന്നില്ല എൻ്റെ. അതേ വീടും താഴെ പോയി. എന്താ ഞാൻ ഫുള്ള് വീഴലാണ് ഇതിനകത്ത്. ഞാൻ പിന്നെ അടുത്ത വീഡിയോക്ക് വേണ്ടി ഗ്ലൈഡ് ദ ടവർ എന്ന് പറഞ്ഞൊരു ഗെയിം നോക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് കളിക്കാം കേട്ടോ. അതായത് മാതിരി പാർക്ക് പോലത്തെ ഗെയിമാണെന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അതൊന്നും കളിക്കാം. നമുക്ക് സ്പീക്കറിന് സെലക്ട് ചെയ്യാം. പക്ഷെ എന്ത് എടാ അവൻ ദൈവം എടുക്കണമല്ലേ അവൻ. നമ്മളെ കണ്ടെന്ന് വേണ്ട. കണ്ട് അല്ലെങ്കിൽ അവൻ ഞങ്ങൾ ഓടി വരില്ല. അവൻ കണ്ടതുകൊണ്ട് തന്നെ അവൻ വന്നണ്ടാ. ചാടിയാ ഉറപ്പാക്കിക്കോ അവൻ ഇങ്ങോട്ടാ. അവൻ ചാടുമ്പോൾ ഞാൻ താഴോട്ട് ചാടും. പിടിക്കല്ലേ. പോയി. ഗായ്സ്, അല്ലെങ്കിൽ വേണ്ട. ഇപ്പം തന്നെ വീഡിയോകൾ വേണ്ടി ഇപ്പം എന്തായാലും ഇപ്പോൾ കുറേ നേടിക്കേണ്ടി വരാം. അപ്പോഴേക്കും നീട്ടിയൊക്കെകളിൽ ഇപ്പം തന്നെ വേണ്ടിപ്പണല്ലേ. അപ്പോൾ എന്താ റോബക്സ് കൊടുത്തിട്ടോ? ഒന്നും വേണ്ട. എന്തായാലും ഈ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തായാലും ഇടുന്നതായിരിക്കും. ഇപ്പോൾ കമൻറ്റൊക്കെ ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബറായ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പോൾ എല്ലാവർക്കും ബൈ.